റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കൂടുന്നുവെന്ന് റെയിൽവേ പോലീസ്. നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേക്ക് നൽകിയ റിപ്പോർട്ടിൽ 1 വർഷമായിട്ടും നടപടിയില്ല. താൽക്കാലിക ജീവനക്കാരുടെ പേരിൽ 1 വർഷത്തിനിടെ 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതും ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് ഈ താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് പോലീസിന്റെ ക്ലിയറൻസ് ഒന്നും ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയോ? അങ്ങനെയൊക്കെ വേണ്ടേ? ഇതൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു സർവീസല്ലേ റെയിൽവേ നടത്തുന്നത്. താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നത് തോന്നുംപടിയായാൽ അതിൽ ക്രിമിനലുകൾ വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത്രയും കേസുകൾ, 1 വർഷത്തിനിടെ 6 കേസുകൾ ഇവിടെ മാത്രം അല്ലേ? കൊച്ചിയിൽ ഈ റീജിയനിൽ മാത്രം താൽക്കാലിക ജീവനക്കാരുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ നിയമിക്കുന്നതിനും കൃത്യമായ നടപടിച്ചട്ടങ്ങൾ പാലിക്കുന്നില്ലേ ശരൺ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, തീർച്ചയായിട്ടും അതായത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള റിപ്പോർട്ടാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഈ റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് ആദ്യ കേസിന്, അതായത് നേരത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ റെയിൽവേ പോലീസ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഇതിൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇതിൽ തന്നെ 3 വിഭാഗങ്ങൾ, റെയിൽവേയിൽ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ബെഡ്റോൾ, പാൻട്രി, ഒപ്പം തന്നെ ക്ലീനിങ് സ്റ്റാഫാണ്. ഇതിൽ ഈ 3 വിഭാഗങ്ങളിലേക്കും വിവിധ ഏജൻസികളാണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് PCC ഇവർ ആവശ്യപ്പെടാറില്ല, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ ആവശ്യപ്പെടാറില്ല. അങ്ങനെയാണ് നിയമനം നടക്കുന്നത്. അപ്പോൾ PCC നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് റെയിൽവേ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇതിലാണ് ഇപ്പോൾ നടപടി വരാത്തത്. എന്തായാലും കഴിഞ്ഞ 1 വർഷത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേസുകളുടെ സാഹചര്യം പരിശോധിച്ചാൽ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. 6 കേസുകളാണ് താൽക്കാലിക ജീവനക്കാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസാണ്. ഒരു ക്ലീനിങ് സ്റ്റാഫ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കേസുണ്ട്. അതിന് പിന്നാലെ കോട്ടയത്ത് 7 വയസ്സുകാരന് നേരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ഒരു ക്ലീനിങ് സ്റ്റാഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ആലപ്പുഴയിൽ ഒരു യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുന്ന, അതായത് മോഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്ത ഈ കഞ്ചാവ് കടത്ത് കേസ്. അത് 56 കിലോയാണ് താൽക്കാലിക ജീവനക്കാരൻ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഒപ്പം തന്നെയാണ് മദ്യക്കടത്ത് അടക്കമുള്ള കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ PCC നിർബന്ധമാക്കിയുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് റെയിൽവേ പോലീസ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ.